വീണ്ടും ജീവനെടുത്ത കാട്ടാന. ഇടുക്കിയിൽ കാട്ടാന ആക്രമണത്തിൽ മരണം. മരിച്ചത് ടാപ്പിംഗ് തൊഴിലാളിയായ പുരുഷോത്തമൻ. ആക്രമണം നടന്നത് മതമ്പയിലാണ്. വാർത്തകളുടെ കൂടുതൽ വിവരങ്ങളുമായി ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ് ആന്റണി, വീണ്ടും ഒരു കാട്ടാനക്കലി തന്നെയാണ്. ഒരു കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. മരിച്ചത് ടാപ്പിംഗ് തൊഴിലാളിയായ പുരുഷോത്തമൻ. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രാവിലെ 10 മണിക്ക് ശേഷമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. മതമ്പിയിൽ ടാപ്പിംഗ് തൊഴിലാളിയാണ് ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാഞ്ഞിരപ്പള്ളി കമ്പലക്കോട് സ്വദേശി പുരുഷോത്തമൻ, 64 വയസ്സായ പുരുഷോത്തമനാണ് മരിച്ചത്. ഇദ്ദേഹം ഇവിടെ റബ്ബർ തോട്ടം പാട്ടത്തിനടുത്ത് നടത്തുന്ന ആളാണ്. ഈ ടാപ്പിംഗ് നടത്താൻ വേണ്ടി രാവിലെ മകനുമൊപ്പമാണ് ഈ സ്ഥലത്തെത്തിയത്. രണ്ടുപേരും ടാപ്പിംഗ് നടത്തുന്ന സമയത്ത് ഈ കാട്ടാന്റെ കൂട്ടം ഇതുവഴി പോവുകയായിരുന്നു. ഇതിൽ ഉണ്ടായിരുന്ന ഒരു കാട്ടാനെയാണ് ആദ്യം മകന്റെ നേരെ പാഞ്ഞെടുത്തത്. മകൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇതിനിടയിലാണ് ഇദ്ദേഹത്തിനെ കാട്ടാന ആക്രമിച്ചത്. ആക്രമണത്തിൽ അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കേറ്റിരുന്നു. തുടർന്ന് സമീപത്തുള്ള ആളുകളെല്ലാം ചേർന്നാണ് മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ മതമ്പയിലെ ഈ പ്രദേശത്ത് കാട്ടാനക്കൂട്ടം പതിവായി എത്തുന്നതായി നാട്ടുകാർ പറഞ്ഞു. ഏതായാലും വനത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഇവിടം. ഏതായാലും ഇപ്പോൾ ഈ മരിച്ച ഇയാളുടെ മൃതദേഹം മുണ്ടക്കായം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ആയിരിക്കും ബന്ധുക്കൾക്ക് വിട്ടുനിൽക്കുക. ശരി ബിനീഷ്, വ്യക്തമാണ്. ഇടുക്കിയിലാണ് വീണ്ടും ഒരു കാട്ടാനക്കലി ഉണ്ടായിരിക്കുന്നത്. കാഞ്ഞിരപ്പള്ളി സ്വദേശി പുരുഷോത്തമനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത്. മകനും അച്ഛനും രാവിലെ ടാപ്പിങ്ങിനായി ജോലിക്ക് പോയപ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. മകൻ ഓടി രക്ഷപ്പെട്ടു. അച്ഛൻ പക്ഷേ കാട്ടാനയുടെ ആക്രമണത്തിൽ പെടുകയായിരുന്നു. തത്സമയം തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വിവരങ്ങൾ പങ്കുവച്ചത് ബിനീഷ് ആന്റണിയാണ്.